കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മുഖ്യമന്ത്രി. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. രാഹുലിന് കർണാടകയിൽ ഒളിസങ്കേതം ഒരുക്കുന്നതും കോൺഗ്രസ് ആണെന്നും മുഖ്യമന്ത്രി തൃശൂരിൽ പറഞ്ഞു. ഇവിടുന്ന് ഒളിവിൽ പോകുന്നതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണല്ലോ. ആ സഹപ്രവർത്തകരെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളുമാണല്ലോ. ആ നേതാക്കൾ ഇവിടെയുള്ളവർ മാത്രമല്ല, എല്ലാ തലങ്ങളിലുള്ളവരുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന് പുറത്തടക്കം നല്ല രീതിയിൽ സംരക്ഷണ വലയം തീർത്തിരിക്കുന്നുവെന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയായത്. അപ്പോൾ അവർക്കാണ് എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുക. ആ അറിയുന്നവര് ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കലാണ്. അങ്ങനെ അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും. അതല്ലാതെ പ്രചരണത്തിന് വേണ്ടി മാത്രം പറയുന്നൊരു കാര്യം മാത്രമാണിത്. പോലീസിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട യാതൊരു സമീപനവും സ്വീകരിക്കേണ്ടതായിട്ടില്ല. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പക്ഷേ പോലീസിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാവലയം കോൺഗ്രസ് തന്നെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്ന കാര്യം. ണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകയിലാണ് പോയതെന്നല്ലേ. അപ്പോൾ എന്താണ് കർണാടകയിൽ പോകാൻ കാരണം? കർണാടകയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുത്തതാരാണ്? ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ അയാളുടെ മാത്രം കഴിവിൻ്റെ ഭാഗമായിട്ട് ഒളിവിലിരിക്കുകയല്ലോ. അയാൾക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടല്ലോ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സംരക്ഷണമുണ്ടല്ലോ, ഭാവിയിലെ നിക്ഷേപമാണ് എന്ന് കണക്കാക്കിയ ഒരാളല്ലേ. അപ്പോൾ അദ്ദേഹത്തെ ആ നിലയിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളിലേ സ്വീകരിച്ചു പോകുന്നത്. അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഇന്ന് രാവിലെ പ്രസ്താവന നടത്തിയ ആൾ മാത്രമാണോ? അതിൻ്റെ മൂത്തതുണ്ടോ? ആ മൂത്തതിൻ്റെ ഈ മൂത്തതുണ്ടോ? ഇതൊക്കെ പരിശോധിച്ചാൽ മാത്രമല്ലേ മനസ്സിലാവൂ.